ഹലോ ഗൈസ്, അപ്പം ഞാൻ പിന്നെ FFൻ്റെ ഒരു കിടിലം പോലത്തെ ഗെയിം പ്ലേയും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നേക്കുവാണ്. ഇപ്രാവശ്യം തന്നെ ഇച്ചിരി പഠിച്ചിട്ടുണ്ട്. എന്തായാലും എൻ്റെ ഇപ്പോഴത്തെ വീഡിയോസ് ഇമ്പ്രൂവ് ആയെന്ന് നിങ്ങളൊന്ന് പറ. അപ്പം നമുക്ക് പതുക്കെ കളിക്കാം. അപ്പം നമ്മളെന്തായാലും കുറച്ച് ദിവസം വീഡിയോ ഇട്ടു. നമ്മൾ ഒരു പോസ്റ്റൊക്കെ ഇട്ടായിരുന്നു. അതിന് അത്യാവശ്യം ഒത്തിരി കമൻറ്റോ അങ്ങനെയൊന്നും കിട്ടിയില്ല. എന്നാലും കുഴപ്പമില്ലാത്തൊരു പോസ്റ്റ് പോയിട്ടുണ്ട്. എന്തായാലും നമ്മൾ ക്ലാഷ് കോഡ് ബെർമുഡയാണ് കളിക്കുന്നത്. ഇപ്പോൾ കുഴപ്പമില്ലാതെ പോകുമെന്ന് തോന്നുന്നു കളി. അപ്പം നിങ്ങൾ കണ്ടിട്ട് പറ കളി എങ്ങനെ ഉണ്ടെന്നൊക്കെ. പിന്നെ നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻറ്റ് ചെയ്യട്ടാ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്കും വീഡിയോ ചെയ്യാനൊരു തോന്നത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ന് വെച്ചാൽ സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഞാൻ സപ്പോർട്ട് ചെയ്യാനാണ് ഗൈസ്, അല്ലാതെ പറഞ്ഞ തെറ്റിപ്പോയതാണ്. അപ്പോൾ എന്തായാലും ഇനി BRൻ്റെ ഒക്കെ ഗെയിം പ്ലേ ആയിട്ട് വരുന്നുണ്ട്. BRൻ്റെ ഒക്കെ ഗെയിം പ്ലേ ഓൺ ദ വേ ആണ് ഗൈസ്. പിന്നെ ലൈവും കാര്യങ്ങളൊക്കെ നമ്മൾ പതുക്കെ ഇപ്പം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. തുടങ്ങുമ്പോൾ നമ്മൾ പതുക്കെ പിച്ച വെച്ച് വരുന്നതായിരിക്കും. എന്തായാലും ലൈവും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതാണ്. ഇപ്പോഴില്ല പക്ഷേ കേട്ടോ, ഇപ്പോഴേ കാരണം എനിക്ക് അത്ര ഒരു എക്സ്പീരിയൻസ് കിട്ടിയിട്ടില്ല ലൈവിനുള്ളതൊന്നും. എന്തായാലും ഒരുത്തൻ നമ്മൾ അടിക്കുന്നുണ്ട്. നമ്മൾ അവന് നല്ല ഡാമേജ് കൊടുത്തിട്ടുണ്ട്. അവനെ നോക്കും ഗൈസ്. ഏതാ ഹെഡ് ഷൂട്ടൊക്കെ കയറി ഗൈസ്. 71ൻ്റെ ഫുൾ റെഡും പിന്നെ 110ൻ്റെ റെഡും. ഏതാണ് എടാ. ഓ ഗൈസ്, ഒരു ഹെഡ് ഷോട്ട് വരുന്നു. ഓ മോനെ ഗൈസ്, കിടിലം പോലത്തെ ഹെഡ് ഷോട്ടും കാര്യങ്ങളൊക്കെ കയറി ഗൈസ്. ചെറിയ രീതിയിൽ കുമ്മനും കൂടിയാണ് ഗൈസ്. അത് എന്നാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് നൈസ് ചെയ്ത് മെഡിക്കിറ്റ് അടിക്കാം. ആരെങ്കിലുമൊക്കെ വരുവാണെന്നും നോക്കാം. നമ്മുടെ മറ്റേ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ ഗൈസ്, എന്തുവാ പറയുന്നത്, ഇങ്ങനെ മതിലിൻ്റെ അപ്പുറത്ത് കൂടിയൊക്കെ ആൾക്കാരെ കാണിച്ചു തരുന്നത്. ആ ക്യാരക്ടറിൻ്റെ സ്കില്ലിട്ടേക്കുവാണേ. എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായി. പിന്നെ കെല്ലിയുടെ ഉണ്ട്, പിന്നെ ഇച്ചിരി ലൈഫ് വരാൻ ലിയോൻ്റെ ഉണ്ട്, പിന്നെ ഒരു ക്യാരക്ടർ സ്കില്ലുണ്ട് ഗൈസ്. നമ്മളിങ്ങനെ ഡാമേജ് കൊടുക്കുമ്പോഴൊക്കെ നമുക്ക് ലൈഫ് വരുന്നത്. ഇതേതാ നീ ഏതാ ഗൈസ്? നമ്മൾ നല്ല ഡാമേജ് കൊടുക്കും നമ്മൾ കേട്ടോ. ചാടി പിടിക്കാൻ ചാടി നോക്കാം ഗൈസ്. നോക്കുന്നില്ലല്ലോ. ചില ഇങ്ങനെ കാണാം ഗൈസ്, മണ്ടയ്ക്ക് ഇങ്ങനെ ചാടിയിട്ട് ഇങ്ങനെ വെടി വെച്ചിടുന്നതൊക്കെ നമുക്കറിയത്തില്ല. അവൻ ഗൈസ് വെടി വെക്കുന്നുണ്ട്. പിടിക്കും ഗൈസ്. ഡാമേജ് 20ൻ്റെ ഡാമേജ്. മറ്റേവൻ കുമ്മി ഗൈസ്. കുമ്മി കുഴപ്പമില്ല കേട്ടോ ഗൈസ്. ഹൈഡ് ഇമോട്ടൊക്കെ ഉണ്ട്, നമ്മുടെ ഇമോട്ടൊന്നുമില്ല. അപ്പോൾ ഗൈസ് ഞാൻ മെയിൻ എം എന്ന് വെച്ചാൽ എന്തുവാ ഗൈസ്? നിങ്ങൾ എം എന്ന് വെച്ചാൽ എന്തുവാന്ന് അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ അത് കമൻറ്റ് ചെയ്യണേ. എന്തായാലും നമ്മളാണിപ്പം മറ്റേ എം എന്ന് പറഞ്ഞ സാധനം. എന്തായാലും നമ്മൾ MP5 എടുത്തിട്ടുണ്ട്. കുഴപ്പമില്ല ഗൈസ്. MP5 ലെവൽ 2 എന്തായാലും ഇപ്പോൾ നമ്മൾ ട്രിപ്പിൾ ഫിംഗർ ആയിട്ടാണ് കളിക്കുന്നത്. ഞാൻ ട്രിപ്പിൾ ഫിംഗർ റൈറ്റ് സൈഡാണ് കളിക്കുന്നത്. നിങ്ങൾ ട്രിപ്പിൾ ഫിംഗർ എത്ര ഫിംഗർ വെച്ചാണ് കളിക്കുന്നത്, അത് ഏത് സൈഡിൽ വെച്ചാണ് കളിക്കുന്നതെന്ന് കൂടി പറയണേ. പിന്നെ നിങ്ങൾ ഒരു നല്ല ക്യാറ്റസ് കോംബോയും കൂടി പറയണേ. എന്താ വുങ്കോങ്ങിനെ ഉള്ളൊരു ക്യാറ്റസ് കോംബോ കേട്ടോ. അതൊക്കെയാണ്. എന്തായാലും വുങ്കോങ്ങിൻ്റെ ഒരു ക്യാറ്റസ് സ്കില്ല് പറയാം, നമുക്കതൊക്കെ ചെയ്യാം. പിന്നെ നമ്മുടെ ഈ ബണ്ടിൽ നമുക്ക് മറ്റേ സ്പിൻ ചെയ്തപ്പോൾ ഇന്ന ദിവസത്തേക്കിന് കിട്ടിയതാണ്. മറ്റേ ടോക്കൺ വെച്ച് സ്പിൻ ചെയ്തപ്പോൾ ഇന്ന ദിവസത്തേക്കിന് അവിടെ നിർത്താൻ ഡാമേജ് വരുന്നുണ്ട് ഗൈസ്. 42 ഫുൾ റെഡ്, 42ൻ്റെ റെഡ് കയറി ഗൈസ്. നൈസിന് അവനെ അടിക്കാൻ നോക്കാം ഗൈസ്. നമ്മളെന്തായാലും അത് റഷ് ചെയ്യുന്നില്ല, കാരണം റഷ് ചെയ്ത് കളിക്കുന്ന ശീലം എനിക്ക് ഇങ്ങനെയില്ല. എന്നാലും നമ്മൾ വലിയതായിട്ട് റഷ് ചെയ്യുന്നില്ല. എന്നാലും ഫസ്റ്റ് അടിച്ചിട്ട് ഗൈസ്. എന്നാലും നമ്മൾ വലിയതായിട്ടൊന്നും റഷ് ചെയ്യത്തില്ല. എന്നാലും ചെറുതായിട്ടൊക്കെ റഷ് ചെയ്യുന്നുണ്ട്. ചെറുതായിട്ട് നമ്മൾ റഷ് ചെയ്ത് കളിക്കുന്നുണ്ട്. നമ്മളങ്ങനെ റഷ് ചെയ്യാറില്ല സാധാരണ. പിന്നെ നമ്മളിപ്പോൾ മിനി യൂസി എടുത്തു ഗൈസ്. മിനി യൂസി കുഴപ്പമില്ലാത്ത തോക്കാണ് ഗൈസ്. നമുക്ക് നൈസിന് അത്യാവശ്യം എനിക്ക് മിനി യൂസി വെച്ച് കളിച്ചിട്ട് എനിക്ക് നല്ല ഗണ്ണാന്ന് തോന്നുകയാണ് ഗൈസ്. ഹെഡ് കൊടുക്കാനൊക്കെ, ഡ്രാഗ് ചെയ്ത് ഹെഡ് കയറ്റാനൊക്കെ നല്ലൊരു ഗണ്ണാണ് ഗൈസ്. ഇവിടെ നിന്നൊക്കെ അടിയൊക്കെ വരുന്നുണ്ട്. താര അവിടെ എടുത്തുകൊണ്ട് ഗൈസ്. നമുക്ക് നൈസിന് പോയി അടിക്കാൻ നോക്കാം. നമ്മുടെ താര എടുത്തുകൊണ്ട് അവനെ അടിക്കാൻ നോക്കാം ഗൈസ്. നമുക്ക് അവനെ നൈസിന് അയ്യോ വേണ്ട. ഗൈസ് നോക്ക്. ശരി, നമ്മൾ താര വീണപ്പോൾ ഡാമേജ് കയറി. അതുമല്ല നമ്മൾ ഇറങ്ങിയപ്പോൾ അവനും നമുക്ക് ഡാമേജ് ആണ്. കണ്ടാ ഗൈസ്, ഇവൻ പൊട്ടത്തരം കാണിച്ചു ഗൈസ്. അവൻ വലിയ കാര്യത്തിൽ ഇങ്ങനെ എന്താ പറയുക, ടെലിപ്പോർട്ടേഷൻ മറ്റേ എന്തുവാണ് സാൻഡിനൊക്കെ ആയിട്ട് ടെലിപ്പോർട്ടേഷനൊക്കെ ഇട്ടിട്ടേ വന്ന് വെല്ലോടത്തോട്ടും വെടിവെച്ചോണ്ടിരുന്നത്. അതാണ് ഗൈസ് ഈ കളി. ഒരു 3G കളിയാണ് ഗൈസ് ഇത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു കളിയാണ് ഗൈസ്. നമ്മുടെ UMBയുടെ സ്കിന്നൊക്കെ കണ്ടോ ഗൈസ്, പൊളിയല്ലേ? എന്തായാലും ഇത് അങ്ങനത്തെ ഒരു കളിയാണ്. നമ്മുടെ
കളി തോക്കുന്നതും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ കാണിച്ച പൊട്ടത്തരം തന്നെ ലാസ്റ്റും കാണുന്നുണ്ട്. എന്തായാലും ബൂയ ആയോ ഇല്ലയോ എന്ന് ലാസ്റ്റ് നോക്കാം. ഞാൻ എന്തായാലും ക്ലൈമാക്സ് പറഞ്ഞ സിനിമ കുളവാക്കുന്നില്ല, സിനിമയല്ല എന്നാലും കുളവാക്കുന്നില്ല. എന്തായാലും നമ്മളിപ്പോൾ ഫ്രീ ഹാൻഡ് ഇട്ടിട്ടാണ് കളിക്കുന്നത് ഗൈസ്. അന്നേരം ഇച്ചിരി മൂവ്മെൻറ്റ് സ്പീഡ് കിട്ടും. പിന്നെ നിങ്ങൾ മൂവ്മെൻറ്റ് സ്പീഡ് കിട്ടുന്ന ഒരു ക്യാരക്ടർ സ്കിൽ കോമ്പോയും കൂടി ഒന്ന് പറയണേ. എന്തായാലും അപ്പുറത്തെ രണ്ടാവന്മാർ നമുക്ക് കൊടുക്കാൻ നോക്കാം. UMP വെച്ച് കളിക്കാൻ അങ്ങനെ അറിഞ്ഞൂടാ, മറ്റേ റീകോയിൽ ആയതുകൊണ്ടേ. അയ്യോ ഗൈസ് ഞാൻ ഗ്ലൂ വാൾ ഇട്ടു. അപ്പുറത്തെ കൂടെ ഞാൻ റഷ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഗൈസ് UMP എനിക്ക് അറിഞ്ഞൂടാ ഗൈസ് UMP വെച്ച് അങ്ങനെ കളിക്കാം. എന്നാലും ചുമ്മാ എടുത്തതാണ്. എന്തായാലും ഇക്കളി മൊത്തം ഇങ്ങനെയാണ്. എന്തായാലും നമ്മൾക്കിനി എടുത്തൊക്കെ എടുക്കണം. ഗ്രോസ എടുത്തിട്ടുണ്ട് ഗൈസ് നമ്മൾ. എന്തായാലും ഗ്രോസ എടുത്തു, പൊളിച്ചെടുക്കാം എന്നൊക്കെ വിചാരിക്കണമോ. ഗ്രോസ എടുത്തു. ഒരു പിസ്റ്റലൊക്കെ എന്തിനാ ഗൈസ് അവർ വെറുതെ തരുന്നേ? എനിക്ക് പിസ്റ്റൽ വെച്ചിട്ട് അങ്ങനെ വലിയ ഗുണമില്ല, എന്നാലും വേണ്ട ഗൈസ്. നമ്മളങ്ങനെ ക്ലൈമാക്സിലേക്ക് എത്താറായിട്ടുണ്ട്. എന്തായാലും ഇതുവരെ വീഡിയോ ഇട്ടവരാണെങ്കിൽ എന്താ പറയുക, ഇതുവരെ വീഡിയോ കണ്ടവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗ്രോസാന്നൊന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. ഇതുവരെ വീഡിയോ കണ്ടവരാണെങ്കിൽ ഗ്രോസാന്ന് കമൻറ്റ് ചെയ്യേ. ചുമ്മാ ഒരു സുഖത്തിന് ഗൈസ്. ഇതുവരെ കണ്ടവരാണെങ്കിൽ ഗ്രോസാന്ന് കമൻറ്റ് ചെയ്യും. നമുക്ക് നോക്കാമല്ലോ എത്ര പേര് ഇതുവരെ ഇരുന്ന് കണ്ടെന്ന്. ഓക്കെ നമ്മളിവിടെ ചുമ്മാ ചുറ്റിത്തിരിഞ്ഞിരിക്കുന്നു. ഇത് അവിടെ എടുത്തുകൊണ്ടേ നമുക്ക് ഗ്രോസ വെച്ച് പൊളിക്കാൻ നോക്കാം. ഗ്രോസ വെച്ച് അവനെ അടിക്കണം. ചാടി അവൻ്റെ തല ഡ്രാഗ് ചെയ്ത് കയറ്റാം ഗൈസ്. അയ്യോ കാലിലിട്ട് ഡാമേജ് കൊടുത്ത് ഗൈസ്. പട്ട് പോ ഗൈസ്. എന്തായാലും 3 ജിട്ടുണ്ട് നൈസിന്. ഇനി ഒരുത്തനും കൂടെ ഉള്ളു. നമ്മളെന്തായാലും അവനിപ്പോൾ കൊന്നിട്ടുണ്ട്. നല്ലത് ഗൈസ്. ഇതാണ് ലാസ്റ്റ് ഗൈസ്. അവൻ നോക്കിട്ടിട്ടുണ്ട്. ഒരുത്തൻ റിവൈവ് ചെയ്ത് വന്നപ്പോൾ അവനെ നോക്കിയിട്ട് ഇവ കൈ കൊണ്ട് ഇടിച്ചോണ്ട് പോയി ഗൈസ്. ഒരുത്തൻ ചത്ത്, മറ്റേവൻ ഹൊറിസോണിൽ ഇട്ടു പൊങ്ങി അവനെ കൊന്നു ഗൈസ്. സുഖമായിട്ടൊരു കംബാക്ക് അടിച്ചൊന്ന് കയറാൻ പറ്റിയൊരു കളിയായിരുന്നു, പക്ഷെ അവൻ കൊണ്ട് കളഞ്ഞു ഗൈസ്. എന്തായാലും നമ്മൾ 3-ാം സ്ഥാനത്ത് 2 കില്ല് 4 വട്ടം ചത്തെന്ന് തോന്നുന്നു. എന്തായാലും കൊള്ളാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.